സ്കൂളില് പാട്ട് കോമ്പറ്റീഷൻസിലൊക്കെ പാടാറുണ്ടായിരുന്നോ? ഓ ഒരുപാട് മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് 7th സ്റ്റാൻഡേർഡിന് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഘം കലാ ഗ്രൂപ്പിന്റെ ഒരു കോമ്പറ്റീഷൻ, അത് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആണ്. ഡൽഹിയിലായിരുന്നു എന്റെ നാഷണൽ ലെവൽ മത്സരം. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ കുട്ടികളെയാണ് സെലക്ട് ചെയ്യും. ഇവിടെയും മത്സരങ്ങൾ നടക്കും. അപ്പൊ കേരളത്തിനെ റിപ്രസെന്റ് ചെയ്താണ് ഞാൻ അവിടെ പോയത്. അന്ന് അവിടെ അതിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സത്യം ശിവം സുന്ദരം എന്നുള്ള പാട്ട് പാടി, ഹിന്ദി സോങ്. അപ്പൊ ഹിന്ദി, അന്ന് ഞാൻ ഹിന്ദി എനിക്ക് അത്ര അറിയില്ല ലാംഗ്വേജ്. അതാ ഞാൻ ആലോചിക്കുന്നത്, കാരണം ഹിന്ദി ഡിക്ഷനൊക്കെ ആ സമയത്ത്, അതും 7th എന്നൊക്കെ പറയുമ്പോൾ അത് പലർക്കും അതിശയായിരുന്നു. പാട്ടും ഭയങ്കര ഹെവി ആയിട്ട്. അതെ അതെ. പിന്നെ അപ്പൊ ഞാൻ അന്ന് അത് അവിടെ പാടുമ്പോ എനിക്ക് ഹിന്ദിക്ക് നന്നായിട്ട് അറിയാന്ന് വിചാരിച്ചു ഇവരൊക്കെ ഓടി വന്ന് ഹിന്ദിയിൽ എന്തൊക്കെയോ പറയേണ്ടത് ഞാൻ ഇങ്ങനെ ബ്ലിങ്കസ് ചെയ്ത് നിൽക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് അത് അച്ഛൻ ഒരു നല്ല റോള് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തില്. കാരണം വളരെ ചെറുപ്പം തൊട്ടേ വീട്ടില് ഹിന്ദി പാട്ടുകൾ ഒരുപാട് വെച്ചോണ്ടിരിക്കും. അച്ഛക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി സോങ്സ്, ഓൾഡ് ഹിന്ദി സോങ്സ്. അപ്പൊ ഞാനും അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും നമുക്ക് ഡിക്ഷൻ കറക്ഷൻ ഏറ്റവും നല്ലതും അതാണ്. കേട്ട് കേൾവി, അത് കേട്ടിട്ടുള്ള ഞാനും. അതും ഇത്രയും ചെറുപ്പം മുതൽക്ക് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് കേറുകയാണല്ലോ. അതെ അതെ. അപ്പൊ അത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഹിന്ദി ഡിക്ഷന്. അപ്പോ അത് അന്ന് ഞാൻ മലയാളത്തിലാണ് ഹിന്ദി പാട്ടിൽ എഴുതിയിരുന്നത്. പിന്നെ അത് മാറ്റി ഹൈസ്കൂളൊക്കെ ആയപ്പോ ഞാൻ പിന്നെ ഹിന്ദിയിൽ തന്നെ. അവിടെ ഡിക്ഷൻ ഒന്നും ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഡൽഹിയിൽ പാട്ട് പാടാൻ? അവിടെ അത് കറക്റ്റ് ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അവർക്ക് ആർക്കും അറിയണ്ടായില്ല. എനിക്കൊരു ആത്മബന്ധം ഉണ്ട് തോന്നുന്നു ഹിന്ദി പാട്ടുകളോട് കൂടിയിട്ട്. ലതാ മങ്കേഷ്കറാണ് തോന്നുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. ലതാജിയെ ഒത്തിരി ഇഷ്ടമാണ്.